ഹലോ ഗായ്സ്, എല്ലാവർക്കും മൈ ഗാർഡൻ 7ൻ്റെ ഇന്നത്തെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്ക് കൃഷിയായിട്ടുള്ള പരിപാടികളൊന്നുമല്ല കേട്ടോ. ഇന്ന് ഞങ്ങളുടെ കിണർ തേകുവാണേ. കിണറ്റിൽ നിന്ന് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെള്ളമാണിത്. വേണ്ട കലങ്ങി മറിഞ്ഞ് ഉള്ള വെള്ളങ്ങളാണ് ഇതെല്ലാം. വെള്ളം സംഭരിച്ച് വെച്ചിരിക്കുകയാണ് ചെടിക്കുമെല്ലാം. പിന്നെ ഇതാണ് കലക്കി മറിഞ്ഞ് ഇപ്പോൾ എടുത്ത വെള്ളമാണ് ഇത്. അപ്പോൾ ഇനി നമ്മൾ നേരിട്ട് കിണറ്റിലോട്ട് വരുവാണല്ലേ. ആങ്ങളെയാണ് കിണർ തേകുന്നത്. ഇവിടെ എല്ലാം നല്ല വൃത്തിയായിട്ട് തൂത്ത്, ഭയങ്കര പോച്ചയൊക്കെയായിരുന്നു കേട്ടോ. നല്ല തൂത്ത് വൃത്തിയാക്കി കിണർ നല്ല സൂപ്പറാക്കിയൊക്കെ. മൊത്തം പാറയാണ് കേട്ടോ, നല്ല കല്ലാണ്. ഭയങ്കര തണുപ്പാണ് ഈ വെള്ളത്തിന്. ഒന്നുകൂടെ അവനെല്ലായിടും ഒന്ന് വൃത്തിയാക്കുവാണ്. ഞങ്ങൾ വെള്ളം വലിക്കുന്നതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കാഞ്ഞത്. അപ്പോൾ കൂട്ടുകാരെ, ഇത് കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുതേ. ഞാൻ ഇടുന്ന വീഡിയോ അന്നേരം അപ്പം നിങ്ങൾക്ക് കാണാം. ഞാൻ 2-3 ദിവസമൊക്കെ കൂടി ഇരിക്കുമ്പോഴാണ് ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. ഒന്നാമത്തെ കാര്യം സമയം കിട്ടാത്തത് കൊണ്ടാണ്. നല്ല സൂപ്പറായില്ലേ, നല്ലതായിട്ട് കാണത്തില്ലേ, നല്ല ക്ലീനായി. വലിയ ആഴമൊന്നുമില്ല കേട്ടോ. ഏകദേശം എല്ലാം കൂടെ ഒരു 9 തൊടിയേ ഉള്ളൂ. ഞങ്ങളുടെ ആവശ്യമുള്ളപ്പോൾ കൃഷിക്കൊന്നും ഇപ്പം വലിയ തോതിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ടില്ലായിരുന്നു. അതിനൊന്നുകൂടെ തേകുവാണ്. ചിലപ്പം തേകുമ്പോൾ കുറച്ചും കൂടെ വെള്ളം കിട്ടുവാണെങ്കിലും. അതുകൊണ്ട് ഞാൻ കൃഷിയുടെ പരിപാടിയല്ല ഇപ്പം കുറച്ച്. കാരണം 2 നേരം വെള്ളം ഒഴിക്കാനൊന്നും നമുക്കില്ല. ആകെ ഇപ്പോൾ 1 നേരമാണ്, രാത്രി മാത്രം വന്നാണ് ഈ വെള്ളമെല്ലാം ഒഴിക്കുന്നത്. ഇതിൽ നിന്ന് കിട്ടുന്നതാണ് നമ്മുടെ കൃഷിയുടെ വിജയം. അങ്ങനെയുണ്ട് ഞങ്ങളുടെ കിണർ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റുകൾ ഇടണം. ഇതേണ്ട് കണ്ടോ, മൊത്തം പാറയാണ്. ഇതൊന്നും കൂടെ നമുക്ക് ഈ വെള്ളത്തിനെ ഇങ്ങോട്ട് തിരിച്ച് കോരിയെടുക്കണം. ഞാൻ വിചാരിച്ച് വേറെ വെള്ളത്തിലൊന്നും കൂടെ കഴുകാമെന്ന്. അവൻ പറഞ്ഞ് വേണ്ട, നല്ല ഉറവ് വരുന്നുണ്ട്, അതുകൊണ്ട് വേറെ വെള്ളം ഒഴിക്കുന്നില്ല. കണ്ടോ, നിമിഷം നേരം കൊണ്ട് ഇപ്പോൾ ഇത്രയായത്. വെള്ളം കിട്ടിയാൽ നല്ലതായിരുന്നു. വേണ്ട എല്ലായിടത്തും എല്ലാ സൈഡിൽ നിന്നും ഉറവ് വരുന്നുണ്ട്. നേരത്തെ ഇങ്ങനെയൊന്നുമില്ലായിരുന്നു, ഭയങ്കരമായിരുന്നു. ഇപ്പം ഞങ്ങളുടെ ഇവിടെ തന്നെ ഒരു 10-20 കിണറോളം ഈ അടുത്തടുത്ത് എല്ലാവരും വസ്തു മേടിച്ച് വീട് വെച്ചുകൊണ്ട് ഇഷ്ടത്തിന് വെള്ളമായിരുന്നു. നമുക്കൊരു വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഞങ്ങൾ ആരും അറിഞ്ഞിട്ടേ ഇല്ലായിരുന്നു. മുറുക്കെ പിടിച്ചോണ്ട് കാണത്തില്ല. ഇങ്ങിട്ടെടുത്ത് വിട്ടേമേ. ഇതേ വലിച്ച് ഈ വെള്ളത്തിനെ ഞങ്ങൾ ഇവിടെ ഒരു ടാങ്ക്, ഫിഷ് ടാങ്കായിരുന്നേ. അപ്പം ഞങ്ങൾ അതിനെ ഇപ്പം ഇതിനകത്തിലോട്ട് മാറ്റി ഗപ്പിയാണ് മൊത്തം കേട്ടോ. അല്ലാത്തല്ല കുറേ വളർത്തുമീനുണ്ടായിരുന്നു, എല്ലാം ചത്തുപോയി. അപ്പം ഞങ്ങളിപ്പോൾ ഇതിനകത്തിലോട്ട് ഈ വെള്ളമെല്ലാം സേവ് ചെയ്തേക്കുന്നേ. അപ്പോൾ ഏകദേശം പരിപാടികളെല്ലാം തീരാറായി. ഞങ്ങൾ ബക്കറ്റ് കെട്ടിയാണ് ഇറക്കുന്നത്. ഞാൻ നോക്കട്ടെ, ഇവിടെ തരും. അമ്മയാണ് കോരുന്നത്, ഞാനും അമ്മയും കൂടാണ് കോരിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വലിച്ചു വെച്ചേ.
ഭയങ്കര പാടാണ്. അമ്മയ്ക്ക് വെള്ളം എടുത്തുകൊണ്ട് പോകാനൊന്നും വയ്യ, കാലിന് തേയ്മാനമുള്ളത് കൊണ്ട്. കണ്ടോ, വലിയ അഴുക്കൊന്നുമില്ല. പോരെ? അപ്പോൾ ഓക്കെ, താങ്ക് യു ഗായ്സ്. ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കിണറിൻ്റെ വിശേഷങ്ങൾ. ഓക്കേ. അങ്ങനെ മേലോട്ട് നോക്കി ഒന്ന് ചിരിക്കുക.